ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ കേട്ടോ എണീറ്റ് ഇങ്ങനെ നിൽക്കണം. പെട്ടെന്ന് ഉഷാറായിട്ടേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അടുക്കളയിൽ കയറി ഇതേ പുട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളപ്പിക്കുന്നത് ഇത് എന്ത് വെള്ളം എന്നറിയോ? കറിവേപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ. അത് നല്ലതാണ്, ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കും, രണ്ടാളും കുടിക്കും. അത് തിളച്ചത് ഓഫാക്കട്ടെ. രാവിലെ ഒരു തിരക്കാണ് കേട്ടോ, കാരണം അവിടെ പോണ വരെ ചെറിയൊരു തിരക്കുണ്ടാവും. ആൾ കുളിച്ച് വരുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കി വയ്ക്കണ്ടേ. കുപ്പി വെള്ളം, ഈ ചില്ല് കുപ്പിയിലെ മുപ്പൊരു വെള്ളം കുടിക്കുള്ളൂ. അപ്പം അത് ഫോണിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മറക്കില്ലല്ലോ, കാരണം ഫോൺ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് പിന്നെ കുളി കഴിഞ്ഞ് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാളുവിനെ നോക്കാൻ പോകണം. മാള് എന്താ പരിപാടി നോക്കട്ടെ. മാള് ഇതേ പുറത്ത് കസാര ഇട്ടിട്ടുണ്ട്. അവളവിടെ പോയി എടുക്കുക. കുറേ വിളിച്ചവൾ അകത്തേക്ക്, അവൾ വരുന്നില്ല, വാശി പിടിച്ചിരിക്കും. രാവിലെ രതു പല്ലേക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ മുപ്പിലിറങ്ങിയ പിന്നെ കയറില്ല. പിന്നെ പോണ നേരത്ത് വണ്ടിയിലാണ് പരിപാടി. പുറത്തിരിക്കിൻ്റെ വിളിച്ചിട്ട് വരുന്നില്ല, വാശിയില്ല. കുറേ വിളിച്ചു ഫുഡ് കൊടുക്കാനൊക്കെയിട്ട് വരുന്നില്ല, വാശി പിടിച്ചിരിക്കുന്നവിടെ. അപ്പം ഞാൻ അടുത്തേക്ക് ചെന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര തട്ടിമാറ്റലും ഓട്ടവും ബഹളവും ഓടലാണ് ഇപ്പോൾ പണി. വീട്ടിലിരിക്കില്ല, ഇങ്ങനെ ഓടി നടക്കുക. അപ്പം ആ പറമ്പിലേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. വെളുക്കാൻ കാലമായ കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പം അവിടെ നിന്ന് നോക്കുന്നുണ്ട്, പിടിക്കാൻ വരുന്നുണ്ടോ എന്ന്. എന്നിട്ട് സാധനം എന്നറിയത് ഭയങ്കര കുറുമ്പത്തിയ. അപ്പോൾ പുട്ട് റെഡി കേട്ടോ. ഇതിനുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടുറുമീസായിരുന്നു ഇത്. അങ്ങനെ ഇതിനുള്ള പുട്ട് റെഡി. നമുക്കൊരു പുട്ടും റോബസ്റ്റ് പഴം കഴിക്കാം, ഭയങ്കര ഇഷ്ടമത്. അങ്ങനെ പുട്ടും റോബസ്റ്റ് പഴം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രൂട്ട്സ് പാത്രമാണ് ഇട്ടത്, അതിലാണ് വയ്ക്കാറ്. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിട്ടില്ല. കുളി കഴിഞ്ഞ് വന്നു. ഈ വെള്ളം കുടിക്കരുത്, കറിവേപ്പിൻ്റെ. അത് കുളി കഴിഞ്ഞ് വന്ന് അത് കുടിച്ചിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ട് ഫോണിൽ കളിക്കാൻ നിൽക്കുക. കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് ചായ കുടിക്കുള്ളൂ. കുളി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി വല്ല സ്റ്റാറ്റസൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ വരുന്നുണ്ട് ചായ കുടിക്കാൻ. അതിൻ്റെ ഇടയിൽ ആളും അകത്ത് വന്ന് വിശപ്പായിട്ട് ഓടിയിടുന്ന ബഹളം കളി ഒക്കെ ആയപ്പോൾ വിശപ്പായി മൂപ്പർക്ക്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. മൂപ്പർക്ക് നമ്മുടെ ഉച്ചയ്ക്ക് വാങ്ങണ ബിസ്ക്കറ്റില്ലേ, അതിന് കൊടുക്കണത്. അതിന് അവൾ കഴിക്കുള്ളൂ, വേറെ ഒന്നും അവൾക്ക് ഇറച്ചി മീനൊന്നും വേണ്ട. ഈ ബിസ്ക്കറ്റ് മാത്രം മതി, വേറെ സാധനം കഴിക്കില്ല. പിന്നെ ദോശ കഴിക്കും. രാത്രി ഞങ്ങൾ ഗോതമ്പ് ദോശയാണ്, അപ്പം അത് കഴിക്കുള്ളൂ. പിന്നെ അവൾക്ക് ആ കപ്പിയിൽ തന്നെ വെള്ളം വേണം, വേറെ ഒന്നിലും കൊടുത്ത് അവൾ കുടിക്കില്ല. അങ്ങനെ അവൾക്കൊരു പാത്രമൊക്കെ ഉണ്ട്, ഈ പാത്രത്തിൽ കൊടുത്താലേ കഴിക്കുള്ളൂ അവൾ ബിസ്ക്കറ്റ്. വേറെ ഇത് പാത്രത്തിൽ കൊണ്ട് ചിലവൾക്ക് പിണങ്ങിയിരിക്കും. അപ്പോൾ പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ വേല് ചാടാൻ നോക്കണമെന്നറിയാം. അപ്പുറത്തെ വീട്ടിൽ ചാമ്പയെ പഠിക്കുന്നുണ്ട്. ഇവർക്കെന്ന് വെച്ചാൽ വെള്ളം പൈപ്പ് തുറന്നാൽ അപ്പം അവിടേക്ക് എത്തണം. ഏത് വീട്ടിൽ പൈപ്പ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ കൂട് വിടുന്നു. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം അവൾക്ക്. അപ്പോൾ അവിടെ ചാമ്പയെ പഠിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ചാടണം. അപ്പുറത്തേക്ക് പോകാൻ വഴി മനസ്സിലാവണില്ലേ മൂപ്പർക്ക്, മറന്നു. അപ്പോൾ കയറി നോക്കണ് എങ്ങനെ അപ്പുറത്തേക്ക് കിടക്കാമെന്ന്. അപ്പോൾ രതു ഇറങ്ങണുണ്ടപ്പോൾ അത് നോക്കണം. രതു പോകാൻ തയ്യാറെടുപ്പായി പോണ്. വെള്ളം കുപ്പി എടുക്കാണ്ട് പോവാട്ടോ. ഇനിയിപ്പോൾ അത് ഞാൻ കൊണ്ടു കൊടുക്കണം. അങ്ങനെ രതു വണ്ടി കയറിയപ്പോഴേക്കും മൂപ്പര് കയറി. മാള് കയറി സീറ്റ് പിടിച്ചു. ഫ്രണ്ടിൽ വന്നിരിക്കും. ഫ്രണ്ടിൽ വന്നാൽ കേട്ടാ ആ ഗ്യാപ്പിൽ വന്നിരിക്കും. മൂപ്പർക്ക് പോകാനാണ് കേട്ടാ. വണ്ടി സ്റ്റാർട്ട് ആക്കിയാൽ അപ്പം ഇതിൽ വന്നിരിക്കും മൂപ്പർക്ക് പോകണമല്ലോ. രതുവിനെ ഭയങ്കര ഇഷ്ടം അതിന്. രതു വണ്ടി കയറിയപ്പോൾ രതുവിൻ്റെ പിന്നാലെ വാല്. ഇപ്പം ആ മുന്തിരിനൊക്കെ കടിച്ച് പൊളിക്കാൻ നോക്കണം. വായോ. അങ്ങനെ
കണ്ട കുറുമ്പത്തി അവളെ ഭയങ്കര കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ, വണ്ടിയുടെ ഉള്ളിൽ. ഇത് കുറേ പിടിച്ച് നീക്കാനൊക്കെ നോക്കണുണ്ട്. പുറത്തേക്ക് ആക്കിയാലേ ഇതിന് വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടുവിൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. എടുത്ത് എൻ്റെ തന്നു, എൻ്റെ തരണം, ഞാൻ എടുത്തിട്ടാ അവിടെ, അല്ലെങ്കിൽ എൻ്റെ ഇതിന് പോകാൻ പറ്റില്ല. അങ്ങനെ രതു പോകുന്നു. ഈ രതു എന്ന് വിളിക്കുന്നത് ആൾക്ക് ഭർത്താവിനെ പേര് വിളിക്കരുതെന്ന് പറയുക. പക്ഷെ ആൾക്ക് പേര് വിളിക്കുന്ന ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ചേട്ടൻ വിളിക്കുന്ന ഇഷ്ടമല്ല. അത് കാരണം ഞാൻ രതു എന്ന് വിളിക്കുന്നത്. അങ്ങനെ രതു പോയി. പൂച്ചേനെ ഞാൻ എടുത്ത് കൈ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ അവൾ രതുവിൻ്റെ വണ്ടിയുടെ പിന്നാലെ ഓടും. ഇനിയിപ്പോൾ അവൾ അകത്തേക്ക് ആക്കിയിട്ട് വേണം, അല്ലെങ്കിൽ പിന്നെ ഇവള് ഇപ്പം അതേ പൂവ് എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. ഇനി നിൽക്കൂല, ഇവള് പുറത്തേക്ക് പോവും. പുറത്തേക്ക് വിടണം, അവൾക്ക് പോയിട്ട് വരട്ടെ. എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും കളിയൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ രതു പോയി. ഇനി എനിക്ക് കാര്യമായിട്ടുള്ള പണികളൊക്കെ പണിയുണ്ട്, പക്ഷെ ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളൂ. ഇനി ചോറ് കൂട്ടാനൊക്കെ പെട്ടെന്നാവുമല്ലോ. അതുവരെ ഇപ്പം അതേ 6 മണി കഴിഞ്ഞ് 6:30 പറയും. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എനിക്കുള്ളൂ.